Good evening, everyone. On behalf of Center C Electrical and Energy Conservation Society, I warmly welcome you all to the webinar on Track Assistant Electrical Inspector exam. It's my great honor to welcome our guest, Engineer Divya Miss, Assistant Professor at Hope, CET, who brings over 15 years of experience working across various colleges with a strong academic background and a passion for teaching. Welcome Divya ma'am to this section. Next, I would like to welcome Engineer Rajan M. Menon sir, President NFE, Kerala and Energy Conservation Society, with over 30 years of experience in industrial electrical contracting and 50 years in certified consultancy. He is a respected energy economist in Kerala with his vast experience and leadership in energy sector. സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടില്ല, ഉടനെ ജോയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ ദിവ്യ മാമിനെ വെൽക്കം ചെയ്യുന്നു. Good evening. Today we are going to discuss about the upcoming PSC examination, that is Assistant Electrical Inspector exam. So this is our notification. Category number is 96/2025 and department Kerala Electrical Inspectorate. And name of the post Assistant Electrical Inspector, and number of vacancies, anticipated vacancies. So for every PSC examination, that is AE based ആയിട്ടുള്ള എല്ലാ എക്സാംസിനും നമുക്ക് പർട്ടിക്കുലർ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസർ, പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റംസ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാംസ്, measurements and instrumentation, then signals and system, then transducers, wiring and batteries. Okay, ഇത്രയും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിടെക്കിന്റെ ഇത് 10 മൊഡ്യൂളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സബ്ജക്ട്സ് മിക്സ് ചെയ്താ വന്നേക്കുന്നത്. മെഷീൻസിന് അകത്ത് തന്നെയാണ് DC മെഷീൻസും ട്രാൻസ്ഫോമറും, അതിനകത്ത് AC മെഷീൻസും കൂടെ വരുന്നുണ്ട്. പിന്നെ പവർ സിസ്റ്റത്തിനകത്ത് ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ട്. ഇപ്പോൾ ജനറേഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല, ജനറേഷൻ സിലബസിനകത്ത് ഇൻക്ലൂഡും ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഹൗ ടു പ്രിപ്പയർ. ആക്ച്വലി എല്ലാവരും PSC എക്സാംസ് പല ആൾക്കാരും പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ ബിഗിനേഴ്സ് ആയിരിക്കും, കുറെ ആൾക്കാർ നേരത്തെ മുതലേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, ബിഗിനേഴ്സിന് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എക്സാം ഏത് സമയത്ത് ഉണ്ടാകും എന്നൊരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു PSCയുടെ രീതി അനുസരിച്ച് ഈ എക്സാം നമുക്കൊരു 6 months ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഫെബ്രുവരിയിൽ മുതൽ മെയ്യുടെ ഉള്ളിൽ എക്സാം ഉണ്ടാകും. അപ്പൊ മേ ബി 6 to 8 months നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. നമുക്ക് ഒരു 10 മൊഡ്യൂളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു മൊഡ്യൂളിന് 1 month പോലും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ടൈം ടേബിൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ആദ്യം ഡേറ്റ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഫെബ്രുവരി എന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ബെറ്റർ. കാരണം അത് ഏപ്രിലാകാം, മെയ്യിലാകാം, ബട്ട് ഫെബ്രുവരി മുതൽ നമുക്ക് ഏത് സമയത്ത് വേണോ ഈ എക്സാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫെബ്രുവരി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 6 months ഉണ്ടാവുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നിങ്ങളൊരു ലേണിംഗ് സ്ട്രാറ്റജി, പിന്നെ നമുക്ക് ആക്ച്വലി ബിഗിനേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിന്റെയും ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ബേസിക്സ് അറിയാണ്ട് നമ്മൾ കുറച്ചുകൂടെ മേളിലേക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ ഗോയിങ് into detailed circuits, before going to circuits, we just go through basic electrical engineering or introduction to electrical engineering. ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ബേസിക്സ് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ എന്നുള്ള സബ്ജക്റ്റ് ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു സബ്ജക്റ്റിന്റെ ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർക്യൂട്ട്സിലേക്ക് പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബേസിക്സ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പഠിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ അതിനുവേണ്ടി ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ അടുത്തടുത്ത മൊഡ്യൂൾസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, ഈ ബേസിക്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം.
എങ്കിലേ നമുക്ക് അങ്ങോട്ട് ഹയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽസ് ക്ലിയർ ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ പ്യോർ ഫണ്ടമെന്റൽസ്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിച്ചോസ് ലോ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഫ്രം ബിഗിനിങ് കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, പവർ എന്താണ്, പവർ ട്രയാങ്കിൾ എന്താണ്, ഇതിന്റെയൊക്കെ യൂണിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ആദ്യം ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കുക. അതിനകത്ത് ആ ബേസിക്സ് തന്നെ വരുന്നുണ്ട്. ത്രീ ഫേസിന്റെ എ സിയുടെ ഫണ്ടമെന്റൽസ് വരുന്നുണ്ട്, 3 ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആൻഡ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം വരുന്നുണ്ട്, വാട്ട് മീറ്ററിന്റെ വരുന്നുണ്ട്. അപ്പൊ ഈ ബേസിക്സിൽ വരുന്ന എല്ലാം ആണ് ഓരോ സബ്ജക്റ്റിലായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽസ് ക്ലിയർ ആക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് എല്ലാ വീക്കും നിങ്ങൾക്ക് വേറെ സബ്ജക്ട്സിലേക്ക് നിങ്ങൾ പോയാലും ഈ ഫണ്ടമെന്റൽസ് നിങ്ങൾ എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരണമെന്ന് ഉറപ്പില്ല. കാരണം ഇപ്പോഴത്തെ PSCയുടെ ഒരു പാറ്റേൺ നോക്കുവാണെങ്കിൽ ഫോർ ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ സ്റ്റാൻഡേർഡ് കുറച്ചിപ്പോൾ കൂടിയിട്ടുണ്ട്, കുറച്ചെല്ലാം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഗേറ്റ് എക്സാമിന്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ഇപ്പോഴത്തെ എക്സാമിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സിലബസ് വൈസ് സ്റ്റഡി തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബേസിക് പഠിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂളിലേക്ക് കയറുന്നു. ആ മൊഡ്യൂളിന്റെ ഓർഡറിൽ പഠിച്ചു പോകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. കാരണം സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും ഇലക്ട്രിക് സർക്യൂട്ട്സും മാഗ്നറ്റിക് സർക്യൂട്ട്സും പഠിച്ചിട്ട് നമുക്ക് ബാക്കിലോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് കമ്പയർ, ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ഒരിക്കൽ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ സർക്യൂട്ട്സ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്നൽസ് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. അതെല്ലാം പഠിച്ച് കുറെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്കാണ് അങ്ങനെ ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിലബസ് അനുസരിച്ച് തന്നെ പഠിച്ചു പോകുന്നതാണ് ബെറ്റർ. അപ്പൊ നമ്മുടെ സിലബസ് തുടങ്ങുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ്, അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ പ്രാക്ടീസ് സെഷൻസ്. അപ്പം നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിലബസിന്റെ ഓർഡറിലാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വീക്കിലി ഒരു സെഷൻ, ഓരോ ദിവസം പഠിക്കാനുള്ളത് ഓരോ ദിവസം നിങ്ങൾക്ക് ടോപ്പിക്ക് തരുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താ, നമുക്ക് ഒരു ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ 5 ഡേയ്സേ ക്ലാസ്സസ് ഉണ്ടാവുകയുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ടോപ്പിക്സ് പഠിക്കുക. സാറ്റർഡേ അതിന്റെ റിവിഷൻ ചെയ്യണം. വെറുതെ നമ്മൾ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല, കൂടെ റിവിഷനും കൂടെ ചെയ്ത് തന്നെ പോകണം. ഇപ്പൊ റിവിഷൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സൺഡേ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് വീക്ക് ക്ലാസ് നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വെക്കുക. ആ വീക്കിന്റെ നിങ്ങൾ പ്രാക്ടീസ്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അല്ല, ആദ്യം റിവിഷൻ സാറ്റർഡേ ചെയ്യുക. അപ്പൊ സൺഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സസ് കിട്ടും. ആ ക്ലാസ്സസ് എന്താ ചെയ്യേണ്ടത്, ആ ക്ലാസ്സസ് നിങ്ങൾ അതുപോലെ തന്നെ പോയിട്ട് സാറ്റർഡേ ആകുമ്പോഴേക്കും വീണ്ടും ആ വീക്കിലെ റിവിഷനും അതിന്റെ കൂടെ ഫസ്റ്റ് വീക്കിലെ റിവിഷനും കൂടെ ചെയ്യണം. എന്നിട്ട് സൺഡേ ആ വീക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യണം. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യണം. വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് മെമ്മറിയിൽ പഠിച്ച കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് PSC എക്സാംസിന് നമുക്ക് ഓർമ്മ വേണം. നമ്മൾ ഡെറൈവ് ചെയ്ത് എടുത്ത് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് എക്സാമിന് കിട്ടില്ല. ഇക്വേഷൻസ് നമുക്ക് അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും പ്രീവിയസ് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എക്സാം ഡെറൈവ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ എന്താ ചെയ്യുക, നമ്മൾ ഷോർട്ട് കട്ട്സ് ആണ് കൂടുതലും പഠിക്കുന്നത്. ഈ ഷോർട്ട് കട്ട്സിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഇൻഡെപ്തിൽ സബ്ജക്റ്റ് അറിയണം. എന്നിട്ട് വേണം നിങ്ങൾ ഷോർട്ട് കട്ട്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പ്രീവിയസ് സെഷന്റെ പ്രാക്ടീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സാറ്റർഡേ ഒരു വീക്ക് കഴിഞ്ഞ് അടുത്ത വീക്കിൽ നോക്കുക, അതിന്റെ അടുത്ത വീക്കിൽ വീണ്ടും നോക്കണം, അതിന്റെ അടുത്ത വീക്ക് വരുമ്പോൾ വീണ്ടും നോക്കണം. അങ്ങനെ ഒരു 3 വീക്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ഓക്കെ, 3 വീക്സിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൂടെ ഈ മൊഡ്യൂളിന്റെ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കുക. 5 ക്വസ്റ്റ്യൻ ആയാലും മതി ചെയ്യുന്നത്. പക്ഷെ അത് അത്രയും ചെയ്തേ പറ്റുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് അടുത്ത മൊഡ്യൂൾ പഠിക്കുമ്പോഴും ഇത് മെമ്മറിയിൽ നിൽക്കുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നോട്ട്സ് നിങ്ങൾ ചിലപ്പോൾ അത് നോക്കി എഴുതി വെക്കും അല്ലേ. ചിലര് കേട്ട് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമായിരിക്കും.
പക്ഷെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ വേറെ ഒന്നും എഫക്റ്റീവായിട്ട് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ചില പോയിന്റ്സ് എല്ലാം എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് നിങ്ങൾ ഒരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ വെക്കണം. കാര്യം നമ്മൾ എഴുതി വെക്കുന്ന മെറ്റീരിയലാണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതുന്ന നോട്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിപ്പയർ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അതിനുശേഷം നമുക്കിപ്പോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് ഇപ്പൊ ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് പ്യുവർ ബേസിക്സ്. ഇപ്പൊ യൂണിറ്റ് ഓഫ് പവർ വരെ ചോദിച്ച സമയങ്ങളുണ്ട്. അപ്പൊ അതുപോലെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ ചോദിച്ചു കൂടായികയും ഇല്ല. അപ്പൊ എന്തോ വേണം, യൂണിറ്റ്സ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ കൂടുതലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഫിഗേഴ്സ് തന്നിട്ട് അതിന് ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ആ ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. പിന്നെ നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് അങ്ങനെ ഇനി ചോദിക്കാം, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇതിന്റെ കൂടെ അതും പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. ആദ്യം ബേസിക്സ് ചെയ്ത് പോയതിനു ശേഷം മതി അതിലേക്ക് കടക്കുന്നത്. കാര്യം ബേസിക്സ് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് 6 ടൈം മാനേജ്മെന്റ്. ഇപ്പൊ 6 months എക്സാമിന് ഉള്ളെങ്കിൽ ആ ടൈം മാക്സിമം എത്രത്തോളം ടൈം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ആ ടൈം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ വേറെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലേ, അപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഇടയിൽ കൂടെ വേണം പഠിക്കാൻ. പക്ഷെ ഒരു ടൈം പോലും ഫ്രീ ആയിട്ട് കളയരുത് എന്നുള്ളതാണ്. കാര്യം ഈ ഒരു എക്സാമിന്റെ കേസ് പറയുമ്പോൾ ഇതിന് 6 months എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. പിന്നെ ഇത് നേരത്തെ പറഞ്ഞു ഞാൻ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പം ചേഞ്ച് ആയി വരികയാണ്. ഒന്ന് ബേസിക് ലെവൽ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ലെവൽ, പിന്നെ ഫിഗേഴ്സ് വെച്ചിട്ടും പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ആണ് ഇപ്പൊ കൂടുതലും വരുന്നത്. അപ്പൊ ഇനിയിപ്പോ അപ്കമിങ് എക്സാംസ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻസ്പെക്ടറേറ്റ് കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിന്റെ ഇതുവരെ നമുക്കൊരു 36 അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയും 2026 വരെ ഉണ്ട്. അപ്പൊ ഇനിയും ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള എക്സാം എന്ന് പറഞ്ഞാൽ സബ് എഞ്ചിനീയർ ആണ്. സബ് എഞ്ചിനീയർ KCB വരും. അത് കഴിഞ്ഞാൽ AE KCB വിളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് വിളിക്കും. അപ്പൊ ഈ എക്സാംസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്. ഇനി വരുന്ന എല്ലാ എക്സാംസും ചെയ്യാൻ പറ്റണം എന്ന രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. കാരണം എന്താണ്, ഇപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തു, ഇപ്പൊ നമുക്ക് ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് കയറി പറ്റിയതേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇസ് ദെയർ നോ. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് എന്താ ചെയ്യാൻ പറ്റുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. സിലബസ് വേണമെങ്കിൽ ചില പോർഷൻസ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ തന്നെ പല പോർഷൻസും ആഡ് ആയിട്ടുണ്ട് റീസെന്റ് സിലബസ് വന്നപ്പോ. ഇപ്പൊ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പ്യുവർ പവർ ഇലക്ട്രോണിക്സ് മാത്രമല്ല ഇപ്പൊ ചോദിക്കുന്നത്, ഇപ്പൊ ഡ്രൈവ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സിലബസിനനുസരിച്ച് വീണ്ടും വീണ്ടും സിലബസ് റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് ആ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എളുപ്പത്തിൽ. അപ്പം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു പ്രീവിയസ് 5 വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം അതിനകത്ത് ഏത് ലെവലിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്, ചേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ഒരു 5 year ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മതി. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എയ്ഡ് എക്സാമിന് തന്നെ നല്ല ചേഞ്ച് ആയിരുന്നു എക്സാം ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇപ്പൊ ലാസ്റ്റ് അതായിരുന്നു നടന്ന എക്സാം. പിന്നെ ഹാർബർ എയ്ഡ് എക്സാമിന് നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. അവിടെ മുതലാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങിയത്. പക്ഷെ കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഉള്ള ടൈമിങ്സ് നോക്കണം. കാര്യം ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കൺട്രോൾസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ചെയ്ത് കഴിയാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആദ്യമേ നമ്മൾ കയറി പിടിച്ച് ടൈം വെറുതെ വേസ്റ്റ് ആക്കരുത്. അത് 5 minute എടുത്ത് ചെയ്തിട്ട് പോലും ഓപ്ഷനിലുള്ള ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് നമുക്ക് ഷോർട്ട് കട്ട്സ് അതിലുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് നോക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതുണ്ടാകും. അപ്പോൾ
ആ രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം പ്രിപ്പയർ ചെയ്ത് പോവേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് ഓരോ മൊഡ്യൂളിലും ഉള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. 10 മാർക്കാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്കുള്ളത്. അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് 10 മാർക്ക്. ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. തിയറി ഉണ്ടാവും, ചില സബ്ജക്ട്സ് പ്രോബ്ലവും തിയറിയും ഈക്വലി ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ സർക്യൂട്ട്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂടുതൽ വരുന്ന ഏതാണ്, പ്രോബ്ലംസിനാണ് തിയറിയെക്കാളും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് നോക്കാം ഇലക്ട്രിക് സർക്യൂട്ട്സ്. അതിനകത്ത് ക്രിച്ചോഫ്സ് ലോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽസ് അറിയണം. ഓംസ് ലോ അറിയാതെ നമുക്ക് ക്രിച്ചോഫ്സ് ലോയിലേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ അത് സിലബസിൽ പറയണമെന്നില്ല. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സിലബസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ക്രിച്ചോഫ്സ് ലോ ആണെങ്കിലും അതിന് മുന്നേ നമ്മൾ കറണ്ട്, വോൾട്ടേജ്, പവർ, ഓംസ് ലോ, പിന്നെ ബേസിക്കലി കാൽക്കുലേഷൻസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് നോക്കണം. ഫൈൻഡ് ദ കറണ്ട് ത്രൂ എ റെസിസ്റ്റർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് തന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചെറിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ക്രിച്ചോഫ്സ് ലോയിലേക്ക് കയറാവൂ. ഇപ്പൊ ഇതിന്റെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഇപ്പൊ ഈ ക്രിച്ചോഫ്സ് ലോയിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഫിഗർ തന്നിട്ട് ക്രിച്ചോഫ്സ് കറണ്ട് ലോ ഇക്വേഷൻ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, സി, ഡി തന്നിട്ട് അതിൽ ഏത് ഇക്വേഷൻ ആണ് കറണ്ട് ലോ വെച്ചിട്ട് കറക്റ്റ് ആകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ഫൈൻഡ് കറണ്ട് കണ്ടുപിടിക്കാനെങ്കിലും ലോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ നിന്ന് ഷുവർ ആണ് ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, അത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർ ഡെൽറ്റ ആയിട്ട് ചോദിക്കണമെന്നില്ല. കാര്യം കുറെ കാലം മുന്നേ നമുക്ക് ഈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ് കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 3 ഈക്വൽ വാല്യൂ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ, ട്രാൻസ്ഫോം ഇറ്റ് ടു ഈക്വലന്റ് ഡെൽറ്റ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ലെവലൊന്നും മാറിയിട്ടുണ്ടെന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല സ്റ്റാർ ഡെൽറ്റ ആയിരുന്നു. പക്ഷെ കിട്ടാം. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ്. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സ്റ്റാർ ഡെൽറ്റ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എനർജി സ്റ്റോർഡിൽ നിന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കാം. അപ്പൊ അതിനകത്ത് എനർജി സ്റ്റോർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമുക്ക് അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്സ് ആണ്. അത് ഇപ്പൊ ജസ്റ്റ് കപ്ലിംഗ് കോഎഫിഷ്യന്റ് ഒക്കെ ചോദിക്കാറുള്ളൂ. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കപ്ലിംഗ് കോഎഫിഷ്യന്റ് അല്ലാണ്ട് നമുക്ക് ഈ സീരീസ് ആയിട്ട് 2 ഇൻഡക്ടർ ഒക്കെ കണക്ട് ചെയ്തിട്ട് ഡോട്ട് ലോ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ എഴുതാൻ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അത് പണ്ട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതായത് RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ എന്താണ് RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടറിന്റെ വാല്യൂ എന്താണ്, ഇതൊക്കെയാണ് പണ്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലേ. സൈൻ വേവിന്റെ ഫോം ഫാക്ടർ എത്ര, ഇതൊക്കെ ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്നത് വെച്ചാൽ റെക്ടിഫയർ സർക്യൂട്ട്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വേവ് ഫോം തരും. ആ വേവ് ഫോം തന്നതിന് ശേഷം നിങ്ങളോട് അതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഒരു ഇപ്പൊ റെക്ടിഫയർ ആണെങ്കിൽ ഒരു ഹാഫ് വേവ് ആണെങ്കിൽ അതിന്റെ RMS വാല്യൂ എന്തായിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ച് അതുപോലെ വെക്കേണ്ടതാണ്. അതിനൊന്നും ടൈം അധികം കളയരുത് ചെയ്ത്. കാരണം നമുക്ക് സൈൻ വേവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗിവൺ ട്രയാങ്കുലർ ഒരു വേവ് ഉണ്ട്, അതിന്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടറിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അതിനകത്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂൻ്റെതും ചോദിക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരും എങ്ങനെയാണ് ഓരോന്നും വരുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റെസൊണൻസ് ആണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബാൻഡ് വിഡ്ത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ബാൻഡ് വിഡ്ത്തും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ Rഉം Lഉം Cയും തരും, എന്നിട്ട് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറയും. അത്രേ ചോദിക്കാറുള്ളൂ. അത് തന്നെയാണ്, ഡയറക്റ്റ് ആണ്. വാല്യൂ തരും, അതിൽ നിന്ന് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുക. അപ്പൊ ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക.
അത് കഴിഞ്ഞ് റെസൊണൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അതിലും നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ആ വാല്യൂ നമ്പേഴ്സ് ന്യൂമറൽസ് തരും, അതിനടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. ഈ ടോപ്പിക്ക് പഠിക്കാൻ എളുപ്പമാണ്. ബാൻഡ് വിഡ്ത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ആ ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈ മൊഡ്യൂളിൽ നിന്ന് 1 മാർക്ക് പോലും കളയരുത്. കാരണം ഫസ്റ്റ് 2 മൊഡ്യൂളാണ് നമുക്ക് 1 മാർക്ക് പോലും കളയാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് പോകില്ല. കാരണം ഇതിനകത്ത് തന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റെസൊണൻസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, സീരീസ് പാരലൽ സർക്യൂട്ടിൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ളത് ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ട ഒരു മൊഡ്യൂളാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. അത് ബേസിക് ഇലക്ട്രിക്കലിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ ബേസിക്സ് ഒന്ന് പഠിച്ചാലും വളരെ നല്ലതായിരിക്കും. പിന്നെ ഇനി ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ ഇപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഇൻഡക്ടർ എന്താണ്, കപ്പാസിറ്റർ എന്താണ്, ഇതെല്ലാം നമുക്ക് ഫണ്ടമെന്റൽസ് നമുക്കറിയാം. റെസിസ്റ്റർ കണ്ടുപിടിക്കാനായിട്ട് ആകെ 2 രീതിയിൽ റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാ 2 രീതി എന്ന് പറയുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓംസ് ലോ എന്ന് R എടുത്ത് എഴുതിയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ഏതാ? R = ρL/A. അപ്പൊ എപ്പോഴും ഈ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റോയുടെ യൂണിറ്റ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. R = ρL/A. അതിൽ നിന്ന് റോ എന്താണ്? ആറിന്റെ യൂണിറ്റ് ഓം ആണ്, എല്ലിൻ്റെത് മീറ്റർ ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഓം മീറ്റർ ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റണം. ആ ഒരു രീതിയിൽ നിങ്ങൾ യൂണിറ്റ്സ്, ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. ഇപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ അതും സ്റ്റാർട്ടിങ് തൊട്ട് ഫ്ലക്സ് എന്താണ്, ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, ഇങ്ങനെ ഓരോ ടേമും അതിന്റെ യൂണിറ്റ്സും പഠിക്കണം. കാരണം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴായാലും ചിലപ്പോൾ ചില യൂണിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് അതിന്റെ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ചില യൂണിറ്റ് അറിയാമെങ്കിൽ ചിലപ്പം യൂണിറ്റ് മാത്രമേ തെറ്റിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബേസിക് ആയിട്ടും യൂണിറ്റ്സ് പഠിച്ചിരിക്കണം. പിന്നെ ഇവിടെ നിങ്ങൾ എപ്പോഴും ഇലക്ട്രിക് സർക്യൂട്ട്സ് പഠിക്കും, മാഗ്നറ്റിക്കും പഠിക്കും. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ചൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി വരും. പിന്നെ പാരലൽ സർക്യൂട്ടിന്റെ വരും, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് വരും. പിന്നെ ബേസിക് ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഇപ്പൊ എല്ലാത്തിലും ഇനി അങ്ങോട്ട് പഠിക്കേണ്ട എല്ലാ മെഷീൻസ് പഠിക്കുമ്പോൾ അതിന്റെയൊക്കെ ലോ പറയുന്നത് ഫ്രം എവിടെ നിന്നാണ്? ഫാരഡേസ് ലോ ആണ്. ഇവിടെയാണ് അത് പഠിക്കുന്നത് നമ്മൾ, ഫണ്ടമെന്റൽസ് അല്ലേ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് EMF ഇൻഡ്യൂസ്ഡ് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തുനിന്ന് തന്നിട്ട് EMF കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ ടോപ്പിക്കിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സിനകത്ത്. പിന്നെ BH കർവിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പം എന്താണ് ഏരിയ തന്നിട്ട് കണ്ടുപിടിക്കുക, ഹിസ്റ്ററിസിസ് ലൂപ്പിന്റെ ഏരിയ ഇപ്പൊ ഏരിയ വളരെ കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു ലോസ് കണ്ടുപിടിക്കാൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിന്റെ തന്നെയാണെന്ന് തോന്നുന്നു ലോസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലൂപ്പിന്റെ ഏരിയ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ കപ്ലിംഗ് കോഎഫിഷ്യന്റിന്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇൻഡ്യൂസ്ഡ് EMFന്റെ. EMF ലൂപ്പിന്റെ EMF കണ്ടുപിടിക്കാനും ഉണ്ടായിരുന്നു, അല്ലാണ്ട് മറ്റേ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് കോയിലിന്റെ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും യൂഷ്വലി നമുക്ക് ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് പൊട്ടൻഷ്യൽ. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രോബ്ലംസ് കൂടുതൽ വരാറുണ്ട്. പക്ഷേ ഇലക്ട്രിക് സർക്യൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണെങ്കിലും പ്രോബ്ലംസ് തന്നെയായിരിക്കും ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന. പൊട്ടൻഷ്യലൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാം. പിന്നെ ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഇതെല്ലാം ലിങ്ക് ചെയ്ത് പഠിച്ചു പോകണം, എങ്കിലും നിങ്ങൾക്ക് ഇത് എപ്പോഴും മൈൻഡിൽ നിൽക്കും. ഓക്കെ,
പിന്നെ ലെൻസസിലോ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഇതൊക്കെ എല്ലാത്തിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ക്വാണ്ടിറ്റീസ് യൂണിറ്റ്സും നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടാബുലർ ഫോം ഉണ്ടാക്കുക. ഇതിനകത്ത് കണ്ടോ ക്വാണ്ടിറ്റീസ് എഴുതിയിട്ടുണ്ട്, യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ട്, ക്വാണ്ടിറ്റീസ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്. ഇതുപോലെ ഒരു ടാബുലർ ഫോമിൽ നിങ്ങൾ ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കത്തില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ എഴുതിയ ഒരു പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ എഴുതിയതോ നിങ്ങൾ എപ്പോഴും ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ചുവരിലോ ഒക്കെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇത് കാണുവാണ്. ഇത് നമുക്ക് എപ്പോഴും വേണ്ടതാണ് ഈ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും വേണം, ബേസിക്സ് എല്ലാത്തിനും വേണ്ടതാണ്. അപ്പൊ ഇത് ഏത് സമയത്ത് ചോദിച്ചാലും ഇലക്ട്രിക് എനർജി എന്ന് വെച്ചാൽ kWh കിലോ വാട്ട് അവർ, ഇതൊക്കെ എപ്പോൾ ചോദിച്ചാൽ പവറിന്റെ യൂണിറ്റ് എന്താണ്. ഇപ്പൊ നമ്മൾ ഈ ഫ്ലക്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെബർ എന്ന് പറയും, പക്ഷെ ഫ്ലക്സ് ഡെൻസിറ്റി പറയൂ? ഇല്ല. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയാണ്. അപ്പൊ ഫ്ലക്സിന്റെ എന്താണ്? വെബറാണ്. ഏരിയയുടെ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. ആ ഒരു രീതിയിൽ ലിങ്ക് ചെയ്ത് വേണം ഇതിന്റെ ഓരോ യൂണിറ്റ്സും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പോഴും കരുതുന്ന നമ്മുടെ ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇതിന്റെ ഒരു വെബിനാർ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് മെഷീൻസ് ഒരു ബ്രീഫ് ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണുമായിരിക്കുമല്ലോ അല്ലെ. കാര്യം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ഓരോ മെഷീൻസിന്റെയും കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുമ്പോൾ DC മെഷീൻസ് വരാം, AC മെഷീൻസും വരാം. ഇപ്പൊ DC മെഷീൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ 15 വർഷം മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം ഇതിൽ കിടക്കുന്ന എന്താ? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അവിടെ കിട്ടും. ഏത് രീതിയിലാണെന്നറിയോ? ഇപ്പൊ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു DC മെഷീൻ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന പാർട്ട് എന്താണ്? ഔട്ടർ എന്താണ്? യോക്കാണ്. അപ്പൊ യോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ഔട്ടർ കവറിങ് ആണ്, പിന്നെ ഒന്ന് എന്താണ്? സപ്പോർട്ടാണ് അല്ലെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് യോക്ക്. പിന്നെ യോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ചോദിച്ചുകൂടായികയും ഇല്ല. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു മെഷീൻ എടുക്കുക. ഇപ്പൊ DC മെഷീൻ എടുത്തു. അപ്പൊ അതിന് എത്ര പാർട്സ് ഉണ്ട്? 7 പാർട്ടാണെങ്കിൽ 7 പാർട്ടും എഴുതി വെക്കുക. ഇപ്പൊ യോക്ക് ഉണ്ട്, ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ്, ആ എല്ലാ പേരുകളും ബ്രഷ്, കമ്മ്യൂട്ടേറ്റർ വരെയുള്ള എല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഒരു ആരോ ഇട്ടിട്ട് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാം അത് എന്താണ് അതിന്റെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഓരോ പാർട്ടും എന്നുള്ളത് നമുക്ക് എഴുതി വെക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഒരു ആരോ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് എഴുതി വെക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഓരോന്നും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, അത് എന്ത് മെറ്റീരിയലാണ് വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തുകൊണ്ട് ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. കാര്യം ചിലത് ഇപ്പൊ ലോസസ് കുറയ്ക്കാനൊക്കെ നമ്മൾ ലാമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോസസ് എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്കാണ്. അപ്പൊ ആ ലാമിനേഷൻസും എന്ത് ലാമിനേഷനാണ് കൊടുക്കുന്നത്, മൈക്കയാണോ, ഏത് ടൈപ്പ് ഓഫ് ലാമിനേഷൻ ആണെന്നുള്ളത് എല്ലാം അറിയണം. അത് ജസ്റ്റ് ഫോർ യുവർ നോളജ്. കാരണം പണ്ടത്തെ പോലെ അല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഫണ്ടമെന്റൽസ് വേണം. ആഫ്റ്റർ ദാറ്റ് പ്രാക്ടീസ് മോർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഫ്രം ഇലക്ട്രിക്കൽ മെഷീൻസ്. അപ്പൊ അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ജനറേറ്റർ. ഇപ്പം DC മെഷീൻ ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും കൺസ്ട്രക്ഷൻ സെയിം ആണ്. അപ്പൊ അത് ഒറ്റ ട്രിപ്പിൽ പഠിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ എന്താ വരുന്നത്? EMF ഇക്വേഷൻ. അപ്പൊ EMF ഇക്വേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ജനറേറ്ററിന്റെ. EMF ഇക്വേഷൻ കഴിഞ്ഞാൽ മറ്റേ അതുപോലെ കമ്പയർ ചെയ്ത് മോട്ടറിൽ നിങ്ങൾക്ക് പഠിക്കാം. ബാക്ക് EMFന്റെ കോൺസെപ്റ്റ് അവിടെ നിന്ന് പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സിലേക്ക് പോകും. ടൈപ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജനറേറ്റർ, ഷണ്ട് സീരീസ്, ഷണ്ട് കോമ്പൗണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ എഴുതി വെക്കുക. ആ ഓരോ മെഷീനും എവിടൊക്കെ യൂസ് ചെയ്യുന്നു, അതായത് അതിന്റെ ആപ്ലിക്കേഷൻ അറിയണം. അതെല്ലാം ബേസിക് നോളജ് ആണ്, ഡെപ്തിലായിട്ടില്ല. അതെല്ലാം ബേസിക്. അപ്പോൾ ഓരോന്ന് എവിടെ യൂസ് ചെയ്യുന്നു, അപ്പൊ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ ഉണ്ട്, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞ് പഠിക്കേണ്ട ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം. ഇലക്ട്രിക്കൽ ക്യാര അറിയണം, മെക്കാനിക്കൽ ക്യാര അറിയണം. ഇപ്പൊ എഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ക്യാരയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം. എഫിഷ്യൻസി എന്ന് പറയുമ്പോഴേ നമ്മൾ ഇങ്ങനെ പോകണം ക്യാര.
അപ്പോൾ അത് അത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ലോസസിനെ കുറിച്ച് നോക്കുക, ആപ്ലിക്കേഷൻ നോക്കുക. ഇത്രയാണ് നമ്മുടെ ബേസിക് മെഷീൻ്റെ കോൺസെപ്റ്റിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലേക്ക് പോകും. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു. അപ്പം വർക്കിംഗ് പ്രിൻസിപ്പിൾ അവിടെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈക്വലന്റ് സർക്യൂട്ട് പഠിക്കണം. പിന്നെ ലോസസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ഈ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻസ്, ഫോർമുലാസ് എഴുതി വെക്കണം. ഈ ഓരോന്നിൻ്റെ ഫോർമുലാസ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സിൽ ഫോർമുല മാത്രം എഴുതി വെച്ചാൽ മതി. അധികം വലിയ ലെങ്തി ആയിട്ട് ഒന്നും എഴുതി വെക്കണ്ട. ഓക്കെ. അപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ 3 ഫേസ് ട്രാൻസ്ഫോമറിലേക്ക് പോയി. അതിൻ്റെയും കൺസ്ട്രക്ഷനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. മെറ്റീരിയൽസിനെ കുറിച്ചും വൈൻഡിങ്സിനെ കുറിച്ചും ഒക്കെ അറിയണം. എത്ര ടൈപ്പ് ഓഫ് വൈൻഡിങ്. ഇപ്പം നമ്മൾ ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ വൈൻഡിങ് ഉണ്ട്, അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പൊ EMF ഇക്വേഷനകത്തും ആ ഡിഫറൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളായിരിക്കും. അപ്പൊ ആ വൈൻഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെയും ഇക്വേഷൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്. അതിനകത്ത് പവർ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഓൾട്ടർനേറ്റർ, AC കയറുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് നോക്കുക. സിങ്ക്രോണസ്, അസിങ്ക്രോണസ്, അതിന്റെയും കൺസ്ട്രക്ഷൻ നോക്കുക, വർക്കിംഗ് നോക്കുക, ക്യാരക്ടറിസ്റ്റിക് നോക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ സർക്കിൾ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കുന്നത്, ഇപ്പൊ ലോസസ് ഒക്കെ കണ്ടുപിടിക്കാൻ എന്ത് വേണം, ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ലോഡ് ടെസ്റ്റ്, നോ ലോഡ് ടെസ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം എന്ത് കണ്ടുപിടിക്കാനാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ബേസിക് പ്രിപ്പറേഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്തിലേക്ക് പോകേണ്ട, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ പിന്നെ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ ഈ ഓൾട്ടർനേറ്ററിൽ നിന്ന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ സ്ലിപ്പ്, ടോർക്ക്, ഇത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ടോർക്ക്, സ്പീഡ്, കർവൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ അതുപോലെയൊന്നും ഒരിക്കലും ചോദിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് സ്ലിപ്പ്, കാൽക്കുലേറ്റ്, പ്രോബ്ലംസ് ആണ് മെഷീൻസിൽ കൂടുതൽ ചോദിക്കുന്നത്. പക്ഷെ പണ്ട് പ്രോബ്ലംസിന്റെ കൂടുതൽ ചോദിക്കുന്ന മെഷീൻസ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് സർക്യൂട്ട്സിൽ ചോദിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ പവർ സിസ്റ്റം ആണ്. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ മെഷീൻസിൽ പോകും. മെഷീൻസിലും ഉണ്ട്, എന്നാലും ഈക്വലി രണ്ട് രീതിയിലും ചോദിക്കാം. പക്ഷേ പവർ സിസ്റ്റത്തിന് കുറച്ചുകൂടെ പ്രോബ്ലംസ് ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഇതില് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റം, അതിന്റെ കൺവേർഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ആദ്യം വരുന്നത്. അപ്പൊ ഈ ഒരു എല്ലാ കൺവേർഷനും അറിഞ്ഞിരിക്കണം. അത് ഏറ്റവും സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്, അധികം ടൈം എടുക്കില്ല. ഒരു മണിക്കൂർ, മാക്സിമം 2 hours കൊണ്ട് നമുക്ക് ഈ ഗ്രേ കോഡ് വരെയുള്ള പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് കൺവേർഷൻസ് പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ്. അല്ലാത്തവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നായിട്ട് തന്നെ അത് ചെയ്തു പോകുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ കൺവേർഷൻസ് പഠിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറയാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇൻഡെപ്തിൽ പോവാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടറിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കൗണ്ടേഴ്സ്. പിന്നെ ഗേറ്റ്, ഓരോ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, എക്സോർ ഗേറ്റ്, ഗേറ്റ്സ് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഇനി നമ്മൾ മൈക്രോ പ്രോസസ്സറിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ 8085 ആണ്. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. പിന്നെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കൺവേർട്ട്, ഡിജിറ്റൽ ടു അനലോഗ് ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനകത്ത് നിന്ന് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ കാണാറുണ്ട്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കൺവേർഷൻ, ഡിജിറ്റൽ ടു അനലോഗിന്റെയും അനലോഗ് ടു ഡിജിറ്റലിന്റെയും കൺവേർഷന്റെ പ്രോബ്ലംസ്. പിന്നെ മൈക്രോ പ്രോസസ്സറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അറിയുക. ഇപ്പോൾ ലെവലിൽ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എഴുതാൻ പറയില്ലായിരിക്കും. പക്ഷേ AP ലെവലിൽ എക്സാംസ് ഒക്കെ എഴുതുവാണെങ്കിൽ ചെറിയ പ്രോഗ്രാം ഒക്കെ തന്നിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. കാര്യം അതിനകത്ത് മൈക്രോ പ്രോസസ്സർ ഇൻഡെപ്തിലുണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് അതിനകത്ത് വരും. അതിൽ കുറച്ചുകൂടെ സബ്ജക്ട് കൂടുതലാണല്ലോ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം വരുമ്പോൾ. ഇതിനകത്ത് പക്ഷെ അത്രയും ഇൻഡെപ്തിൽ മൈക്രോ പ്രോസസ്സർ ഒന്നും പോകുന്നില്ല. ഇതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ്,
ഇപ്പൊ ഡിഫറെന്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് ഏതൊക്കെയാ ഡിഫറെന്റ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ SR ഉണ്ട്, JK ഉണ്ട്, D ഉണ്ട്, T ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമ്മൾ ചോദിച്ചു കാണാറുണ്ട്. പിന്നെ കൺവേർഷൻ, ഈ ഫ്ലിപ്പിന്റെ കൺവേർഷൻ, പിന്നെ ആപ്ലിക്കേഷൻസും ഇതിനകത്തുനിന്ന് ചോദിക്കാറുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ. അപ്പൊ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് തന്നെ വെക്കണം. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നത്. അതിനകത്തു നിന്നും 10 മാർക്കിന് ഡിജിറ്റലിൽ നിന്നും മൈക്രോ പ്രോസസ്സറിൽ നിന്നാണോ വരുന്നത്, രണ്ടിന് ഈക്വലി അല്ല, കൂടുതൽ ഡിജിറ്റലിൽ നിന്ന് വരുന്നുണ്ട്. മൈക്രോ പ്രോസസ്സറിന് ഇപ്പൊ ഇതിനകത്ത് നിന്ന് ഒരു 7 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 6ഉം 4ഉം ആയിട്ട് ചോദിക്കാം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും. ഇനിയിപ്പോ ഈക്വലി ആയിട്ട് ഇപ്പൊ 10 മാർക്കിന് ചോദിക്കാമെന്നേ ഉള്ളൂ, അത് എവിടെ നിന്ന് വേണോ നമുക്ക് ചോദിക്കാം ഇതിനകത്ത്. അപ്പൊ ഈക്വലി കൊടുക്കണമെന്നില്ല, മൈക്രോ പ്രോസസ്സർ ഇൻഡെപ്തിൽ വരുന്നില്ല ഇതിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പവർ സിസ്റ്റം. നേരത്തെ പറഞ്ഞു പവർ സിസ്റ്റം എന്താണ്. അതിനകത്ത് നിന്ന് പ്രോബ്ലംസിന് ഇപ്പം വെയിറ്റേജ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ തിയറി കമ്പയർ ചെയ്യുമ്പോൾ 50-50 അല്ല, കുറച്ച് പ്രോബ്ലംസ് മേളിലോട്ട് തന്നെ നിൽക്കും. അപ്പൊ അതിനകത്ത് സ്ഥിരം ചോദിക്കുന്ന ഏരിയ, ഇതിപ്പോ സിലബസിന്റെ ഓർഡറിലാണെങ്കിൽ ലൈൻ പാരാമീറ്റേഴ്സ്, ഇപ്പൊ ആദ്യം റെസിസ്റ്റൻസ് എന്താണ്, ഇൻഡക്ടൻസ് എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ്, പിന്നെ ഇൻസുലേറ്റർ, സ്ട്രിങ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക, പിന്നെ കൊറോണ, പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, പിന്നെ പെർ യൂണിറ്റ്, അത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർ യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. പിന്നെ സിമെട്രിക്കൽ കമ്പോണൻസ്, അൺസിമെട്രിക്കൽ ഫോൾട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സ്റ്റെബിലിറ്റി, സ്റ്റഡി സ്റ്റേറ്റും ഡൈനമിക്കും ട്രാൻസിയന്റും സ്റ്റെബിലിറ്റി, പിന്നെ പവർ ആംഗിൾ കർവ്. ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോൾട്ടിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും. പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ് പറഞ്ഞിട്ട് ഫോൾട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി എന്ന് ചോദിക്കും. പിന്നെ പെർ യൂണിറ്റ് കാൽക്കുലേഷൻ പ്രോബ്ലം ചെയ്യാനായിട്ട് അവിടെ നിന്നാണ് നമുക്ക് ചോദിക്കാറ്, പെർ യൂണിറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ സ്ട്രിങ് എഫിഷ്യൻസി കാൽക്കുലേറ്റ്, ഇൻസുലേറ്റേഴ്സിൽ സ്ട്രിങ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന കൂടുതലും ഈ പവർ ആംഗിൾ കർവ്, പവർ ആംഗിൾ, അതിന്റെ ഇക്വേഷൻസ് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള PSC എക്സാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പിന്നെ റിലേ എന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ പ്രോബ്ലംസ്, സർക്യൂട്ട് ബ്രേക്കറിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ സർക്യൂട്ട് ബ്രേക്കറിന്റെ മേക്കിംഗ് കറണ്ടും ബ്രേക്കിംഗ് കറണ്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ റിലേറ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പവർ സിസ്റ്റം മൊത്തത്തിൽ വരുന്നത്. അപ്പൊ പവർ സിസ്റ്റം കംപ്ലീറ്റ്ലി നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് തന്നെയാണ്, ന്യൂമറിക്കലാണ് കൂടുതലും വെയിറ്റേജ് വരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ ആദ്യം ബേസിക്സ്, പിന്നെ അതിന്റെ ഫോർമുലാസ്, ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വരെയുണ്ട്. മിക്കവാറും ആ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രാക്ടീസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു എക്സാം എഴുതി അടുത്ത എക്സാം വരുമ്പോൾ അതിന്റെ ലെവൽ അങ്ങ് മാറുവാണ് അല്ലേ. അപ്പൊ 5 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോന്ന് മാറി മാറി ഇപ്പൊ ഏത് ലെവലിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റത്തിൽ ഇപ്പം നമ്മൾ പണ്ടാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞ് പല ക്വസ്റ്റ്യൻസും വരാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ചോദിക്കാറുണ്ട്. മേസൺസ് ഗെയിൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, മേസൺസ് ഗെയിൻ ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ ടൈപ്പ് ആൻഡ് ഓർഡർ, അത് പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ 15 വർഷം മുന്നേ ആണെങ്കിൽ ഡയറക്റ്റ് ഏത് ഓർഡർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് അറിയാം ടൈം ഡൊമൈൻ സ്പെസിഫിക്കേഷനും ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷനും, പിന്നെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, സെക്കൻഡ് ഓർഡർ സിസ്റ്റം, പിന്നെ സ്റ്റാറ്റിക് എറർ കോഎഫിഷ്യൻ, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 2 സിസ്റ്റംസ് ഉണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി ആണ് അടുത്ത മെയിൻ ആയിട്ട് വരുന്നത്. അതിനകത്ത് റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ വെച്ച് ക്വസ്റ്റ്യൻസ് വരും. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആ ഒറ്റ ഇക്വേഷൻ വരും, കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് സ്റ്റേബിൾ ഓർ നോട്ട് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തേ കഴിഞ്ഞാലേ പറ്റും, അല്ലാതെ ആ സ്റ്റെപ്പ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട അവിടെ ആ കാര്യം വരുന്നില്ല. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ബോഡേ പ്ലോട്ട്, ഇതിന്റെയൊക്കെ കോൺസെപ്റ്റ്, പിന്നെ പോളാർ പ്ലോട്ട്, ബോഡേ പ്ലോട്ട്, ഇതൊക്കെ എന്തിനാണ്, പിന്നെ ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ, അതിന്റെ പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. ചെറിയ പ്രോബ്ലംസ് ചോദിക്കുള്ളൂ അതിലൊക്കെ. അപ്പൊ ആദ്യം എന്താന്ന് പഠിക്കുക, എന്നിട്ട് അതിന്റെ ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. അത് ഏത് രീതിയിൽ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചില ക്വസ്റ്റ്യൻസ് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റുമോ? അത് അപ്പൊ ആദ്യം ഓപ്ഷൻസ് നോക്കുക, അതിനകത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇപ്പൊ വരാറുണ്ട്. അപ്പൊ അതാണ് കൺട്രോൾ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അടുത്ത ഏറ്റവും ഇപ്പൊ
ക്വസ്റ്റ്യൻ്റെ ചേഞ്ചസ് വിസിബിൾ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഇത് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാംസ്. പണ്ട് ഒപ്പാംസ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ പറയും. ഇപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പോലും ഇതിനും പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ മൈൻഡിൽ SCR വരും ഇല്ലേ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, അതിന്റെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും. അപ്പൊ അതിന്റെ കമ്മ്യൂട്ടേഷൻ ടെക്നിക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. അപ്പൊ പിന്നെ ഈ റെക്ടിഫയേഴ്സ്, ഫുള്ളി കൺട്രോൾഡ്, ഹാഫ് കൺട്രോൾഡ്, ബ്രിഡ്ജ് റെക്ടിഫയർ, RL ലോഡ് വെച്ചിട്ടുള്ള ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പിന്നെ വേറൊരു ഏരിയ ഉണ്ട് ഇതിനകത്ത്. SCRനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ലാച്ചിങ് കറണ്ട്, ഹോൾഡിംഗ് കറണ്ട്, പിന്നെ അതെല്ലാം ചോദിക്കാറുണ്ട് യൂഷ്വലി. ഫൈൻഡ് ദ ലാച്ചിങ് കറണ്ട്, ഫൈൻഡ് ദ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ നമ്മുടെ സ്നബ്ബർ സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ വീലിംഗ് ഡയോഡിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതെല്ലാം ഈ ആദ്യത്തെ പോർഷനിൽ കവർ ആകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന്റെ പ്രോബ്ലംസ് തന്നെ ഇപ്പൊ ചോദിക്കാറുണ്ട്. പിന്നെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിന്റെ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് മറ്റേ ലോഡ്, RL ലോഡിന്റെയും ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എന്താന്ന് പഠിച്ചിട്ട് ഇതിന്റെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ട്, ഇൻപുട്ട്, ഇതിന്റെയൊക്കെ ഫോർമുലാസ് ഉണ്ട്. അത് നിങ്ങൾ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ എന്താണ് നോക്കേണ്ടത് വെച്ചാൽ ആദ്യം ലോഡിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, അതെല്ലാം ഒരു ടാബുലർ ഫോമിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ RL വരുമ്പോൾ എങ്ങനെയാണെന്നുള്ള എഴുതണം. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നമുക്ക് അതിന്റെ ന്യൂമറിക്കൽസിന്റെയൊക്കെ ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ന്യൂമറിക്കൽസ് ആണ്. തിയറി ചോദിക്കുന്നത് വളരെ കുറവാണ് ഇപ്പൊ പവർ ഇലക്ട്രോണിക്സിലായാൽ പോലും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഹാർമോണിക്സിന്റെ എലിമിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഹാർമോണിക്സ് എലിമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. മറ്റേ നമ്മൾ ഹോൾഡിംഗ് കറണ്ട്, ലാച്ചിങ് കറണ്ട് ഒക്കെ ആദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കുറച്ചായിട്ട് ഡയറക്റ്റ് ആയിട്ട് കാണാറില്ല, എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അന്ന് ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 80 ക്വസ്റ്റ്യൻ വരെയൊക്കെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ 80 എന്നുള്ള സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഡൗട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന 40 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയിരുന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയിരുന്ന് എഴുതുന്ന കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു കറക്റ്റ് ഒരു പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ട് വരില്ല. കാര്യം ഇതുപോലെ സ്ട്രക്ചർ സ്റ്റഡി ആയിരിക്കണം. നിങ്ങൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ഫോർമുലാസ് നിങ്ങൾ പവർ ഇലക്ട്രോണിക്സിൽ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓരോന്നോരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. അപ്പൊ അതിന് മെയിനായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോർമുലാസ് നന്നായിട്ട് ചെയ്യാൻ അറിയണം. അപ്പൊ ഈ ഫോർമുല കറക്റ്റായിട്ട് എഴുതി വെച്ച് അതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഏതിൽ വരുന്നത്, പവർ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ഇനി അതുപോലെ ഒപ്പാമ്പ് ഉണ്ട്. ഒപ്പാമ്പിനകത്ത് നേരത്തെയൊക്കെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇവിടെ അങ്ങനെയൊന്നും അല്ല, സീരീസ് ആയിട്ട് കുറെ ഒപ്പാമ്പൊക്കെ അല്ലെങ്കിൽ പാരലായിട്ട് ഒപ്പാമ്പ് തന്നിട്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം കൂടുതൽ ഒപ്പാമ്പിൽ വരുന്നത്. മറ്റത് ഡയറക്റ്റ് ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണ്, അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ ഒപ്പാമ്പ്, പിന്നെ ഗെയിൻ, CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ CMRR, പിന്നെ സ്ലൂ റേറ്റ്. ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ചോദിച്ചുകൂടായികയില്ല. ഒപ്പാമ്പിൽ 4 ക്വസ്റ്റ്യൻ വരെ നമുക്ക് ഒപ്പാമ്പിൽ നിന്ന് കിട്ടും. 3 to 4 ക്വസ്റ്റ്യൻസ് ഒപ്പാമ്പ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബാക്കിയേ വരുന്നുള്ളൂ പവർ ഇലക്ട്രോണിക്സ്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് നമുക്ക് ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇച്ചിരി വ്യത്യസ്തമായിട്ട് നമുക്ക് ഡ്രൈവ്സും കൂടെ ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഡ്രൈവ്സ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് 2 ക്വസ്റ്റ്യനൊക്കെ ഡ്രൈവ്സിൽ നിന്ന് ചോദിച്ചതൊക്കെ ഉണ്ട്. അപ്പൊ ഡ്രൈവ്സും കൂടെ ഇനിയിപ്പം നമ്മൾ, പക്ഷേ ഈ സിലബസിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുമില്ല. മെൻഷൻ ചെയ്തില്ലെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ഒരു സബ്ജക്റ്റ് ആണ് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. എല്ലാവരും പറയുന്നത് വെച്ചാൽ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ തിയറിയാണ്. ഇതിനകത്തുനിന്നും ഇപ്പൊ പ്രോബ്ലംസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഡയറക്റ്റ് തിയറി ചോദിക്കുന്ന വളരെ കുറവാണ് ഇപ്പോൾ ഇതിനകത്തുനിന്ന്. ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് തിയറി ആൻഡ് ന്യൂമറിക്കൽസ് വരുന്നത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ ഓപ്ഷൻ എയും ബിയും, A or B അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ട്രൂ പറയുന്ന പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിപ്പോൾ മെഷർമെന്റ്സിൽ പൊതുവെ നമ്മൾ കുറച്ചുകൂടെ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം ഇതിലിപ്പം ആദ്യമേ നമ്മൾ
എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എറർ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനൊരു ഫോർമുലയുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എറർ കാൽക്കുലേറ്റ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറർ, ആ എറർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്, ഇതൊക്കെ നമ്മൾ പഠിക്കും ആദ്യമേ. പക്ഷെ ഇതിൽ തിയറിയാണ് ആദ്യത്തെ പോർഷൻസ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാൽ നമ്മൾ മറന്നുപോകും. അത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഇവിടെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും മറന്നുപോകും. ഇതിന് കണ്ടിന്യൂസ് റിവിഷൻ വേണ്ട ഒരു പോർഷനാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. മൂവിങ് കോയിൽ, മൂവിങ് അയൺ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും നമ്മളത് അറിയണം. ചിലപ്പോൾ എപ്പോഴും ചോദിക്കും ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കണം, പക്ഷെ കൂടുതൽ ടൈം എടുത്ത് ആദ്യമേ പഠിക്കരുത്. ആദ്യം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഓരോന്നും എഴുതിയിട്ട് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിങ്ങനെ എല്ലാ ദിവസവും മറിച്ച് നോക്കുക. ജസ്റ്റ് 2 മിനിറ്റ് മതിയാവും ഇൻസ്ട്രുമെന്റ്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നോക്കാനായിട്ട്. അപ്പോൾ അത് മറന്നു പോകത്തില്ല. ഇത് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നെയാണ് കൂടുതലും ഒന്ന് മനസ്സിരുത്തി കുറച്ചുകൂടെ ഒന്ന് നോക്കണം. കാരണം മറന്നു പോകുന്ന ഏരിയയാണത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് പവർ മെഷർ ചെയ്യുന്നത് എന്താണ്? വാട്ട് മീറ്റർ. വാട്ട് മീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ 2 വാട്ട് മീറ്ററിന്റെ റീഡിംഗ് തന്നിട്ട് പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതും നല്ല വാല്യൂസ് ഒക്കെയാണ് ഇപ്പൊ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കും. പക്ഷേ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഫോർമുല അറിഞ്ഞാൽ മതി. ആ ടാൻ ഫൈയുടെ ഒരു ഫോർമുല ഇല്ലേ, ഫൈയുടെ ഫോർമുല ഇല്ലേ, അതിലിട്ട് ഡയറക്റ്റ് W1ന്റെയും W2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ. പിന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൂടാ. പക്ഷെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് ഇപ്പം അറിയാം. മിക്കവാറും ചില ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ കട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. അപ്പം നമുക്ക് കാൽക്കുലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. അപ്പം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പം വാട്ട് മീറ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്ന എനർജി മീറ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ റേഞ്ച് എക്സ്റ്റൻഷൻ പണ്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നേരത്തേക്ക് എനിക്ക് 1 മീറ്ററൊക്കെ തന്നിട്ട് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട് പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് റേഞ്ച് എക്സ്റ്റൻഷൻ വരുന്നത്. പിന്നെ എനർജി മീറ്റർ കഴിഞ്ഞു, അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് പഠിക്കുക. പിന്നെ ഡിജിറ്റൽ എനർജി മീറ്റേഴ്സ്, ടൈം ഓഫ് TOD മീറ്റേഴ്സ്, അത് ഇതുവരെ അങ്ങനെ ചോദിച്ച് വലുതായിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഓസിലോസ്കോപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, ജനറൽ പർപ്പസ്, CRO. അതിന്റെ CRO ഇന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. CRO ഇന്ന് ലിസാജസ് പാറ്റേൺ എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ലിസാജസ് പാറ്റേൺ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മറ്റേ ഡിജിറ്റൽ ഈ നമ്മുടെ എന്തുവരുന്നത് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ അല്ലേ, ഈ ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൽ നിന്നും ലിസാജസ് പാറ്റേണിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതിൽ നിന്ന് വേണോ നമുക്ക് വരാം. അപ്പൊ അത് എഴുതണമെങ്കിൽ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെഷർമെന്റ്സിനകത്ത് വരുന്നത്. നെക്സ്റ്റ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിലബസിനകത്ത് കൺട്രോൾ സിസ്റ്റം സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, ഇപ്പോഴത്തെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സിലബസിന്റെ സിഗ്നൽസിന്റെ കൂടെയാണ് വരുന്നത്. അതായത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം, റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഒക്കെ ഇപ്പൊ സിഗ്നൽസിന്റെ ലാസ്റ്റ് മൊഡ്യൂളിലാണ് ആ കൺട്രോൾ സിസ്റ്റം കയറി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താണ്, സിഗ്നലിന്റെ ഓപ്പറേഷൻസ്, ഏതൊക്കെ സിഗ്നൽസ് കാണിച്ചിട്ട് അതിന്റെ ഓപ്പറേഷൻസ് ചോദിക്കാം. ഈ ഷിഫ്റ്റിങ്, സ്കെയിലിങ്, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ വളരെ കുറവ് തന്നെയാണ്. പിന്നെ ഒരു ഫിഗർ തന്നിട്ട് അതിന് ഇക്വേഷൻസ് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ സിഗ്നൽസിൽ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഈ ഓഡ് കമ്പോണന്റ്, ഈവൻ കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യാൻ, ഇതിന് ഓഡ് കമ്പോണന്റ് സെപ്പറേറ്റ് എഴുതാനും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ എന്താണ്, ഇമ്പൾസിന്റെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇമ്പൾസിന്റെ ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ന്യൂമറിക്കൽസ് തന്നെ വരുള്ളൂ അതിനകത്ത്. തിയറി ലെവലിൽ വരെ ഇവിടെ ഒന്നുമില്ല. പിന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരാനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. തിയറി ആയിട്ട് ഡയറക്റ്റ് ഒന്നും ചോദിക്കില്ല. പിന്നെ നേരത്തെയൊക്കെ സാമ്പിളിങ്ങിന്റെ പ്രോബ്ലംസ് ഡയറക്റ്റ് ചോദിക്കുമായിരുന്നു. മറ്റേ FS = 2FM വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ, സാമ്പിളിംഗ് തിയറം വെച്ചിട്ട്, അത് ഡയറക്റ്റ് ചോദിക്കും. ഇപ്പൊ അതിലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പിളിംഗ് തിയറം അതിനകത്ത് നിന്ന് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ.
പിന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതുവരെയും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ ഹോൾഡും ഫസ്റ്റ് ഓർഡർ ഹോൾഡ് സർക്യൂട്ടിൽ നിന്ന് എക്സ്പ്രഷൻ ഇക്വേഷൻ എന്താണെന്നുള്ള ഡയറക്റ്റ് ഇപ്പം കുറച്ച് നാളുകൊണ്ട് അതുപോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുണ്ട്. അപ്പം അത് ഡയറക്റ്റ് ഇതുവരെയും വരുന്ന രീതിയിലും ഏലിയാസിങ് എഫക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാത്തിലും വരും. അപ്പോൾ പവർ സിസ്റ്റത്തിലായാലും ഉണ്ട്, കൺട്രോൾ സിസ്റ്റത്തിലായാലും ഉണ്ട്, സിഗ്നൽസിലായാലും ഉണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാത്തിലും വരുന്നതാണ്. ഇത് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസേഴ്സ്, ബാറ്ററീസ്, ഇലക്ട്രിക്കൽ വയറിംഗ്. ഈ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോഴും നമ്മൾ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് തിയറി, പക്ഷെ അല്ല, ഇപ്പൊ അവിടെയും പ്രോബ്ലംസ് ആണ്. അതുപോലെ ബാറ്ററീസിനകത്തും ഇപ്പൊ സീരീസ് ആയിട്ട് കുറെ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ പ്രോബ്ലംസ് തന്നെയാണ് അവിടെയും വരുന്നത്. അടുത്ത ടോപ്പിക്ക് വയറിംഗ്. നമ്മൾ വിചാരിക്കും വയറിംഗിൽ എന്തോ ഇത്ര പ്രോബ്ലം വരാനിരിക്കുന്നത്. IT ലെവൽ എക്സാംസിനൊക്കെ ആണെങ്കിൽ ബേസിക്സ് ചോദിക്കും, പ്രോബ്ലംസ് ഒക്കെ. പക്ഷെ ഇവിടെ ഇപ്പോൾ വയറിങ്ങിന്റെ പ്രോബ്ലംസും കോംപ്ലിക്കേറ്റഡ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ലെവലിൽ നിങ്ങൾ ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ് എഞ്ചിനീയർ വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. അപ്പൊ ഇത് ഇൻഡെപ്ത്. പിന്നെ ഇല്ലുമിനേഷൻ പണ്ട് യൂണിറ്റുകൾ മാത്രം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ്. ഏതെങ്കിലും ഒരു യൂണിറ്റ് ചോദിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അവിടെ നിന്നും പ്രോബ്ലംസ് ചോദിക്കാൻ തുടങ്ങി. ഇല്ലുമിനേഷന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ ലാമ്പ് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക് ലാംപ്സ്. ഇപ്പൊ ഡിഫറെന്റ് ലാംപ്സിനെ കുറിച്ചും അതിൽ നിന്ന് ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ അതും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കുറച്ച് പുതിയൊരു ഏരിയയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്ന ഒരു ഏരിയയുമാണ്. അപ്പൊ ഈ ട്രാൻസ്ഡ്യൂസേഴ്സ്, ബാറ്ററീസ് ആൻഡ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും തന്നെ കാര്യമായിട്ട് തന്നെ ആ ഏരിയയിൽ നിന്ന്, ഓരോ ഏരിയയിൽ നിന്നും ന്യൂമറിക്കൽസ് എങ്ങനെ ചെയ്ത് പഠിക്കാം. അതിൽ തിയറിയും ചോദിച്ചുകൂടാകില്ല, തിയറിയും ചോദിക്കും. അപ്പൊ അത് എങ്ങനെ നമുക്കത് പഠിച്ചെടുക്കാം എന്നുള്ളത് നോട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം ഞങ്ങൾ ക്ലാസ് തരുന്നുണ്ടാവും. ക്ലാസ്സിന്റെ കൂടെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. പ്രോബ്ലംസ് തന്നെ ഇപ്പം ഇപ്പൊ കമ്മിങ് ഫെബ്രുവരിയിൽ ഗേറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പൊ ഈ ഇതിന് എഴുതുന്നവർക്കൊക്കെ ഗേറ്റ് എക്സാം എഴുതാം. അതിന് മുന്നേ ഉള്ള ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഗേറ്റിന്റെ എക്സാം എഴുതി നോക്കുന്നത് നല്ലതാണ്. പക്ഷെ എഴുതുമ്പോൾ നല്ല ടഫായിട്ട് തോന്നിയാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഒരു സ്പിരിറ്റ് കൂടും. ഇച്ചിരിയൂടെ കുറച്ച് കാര്യമായിട്ട് പഠിക്കണമെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഗേറ്റ് എക്സാം എഴുതിയാൽ നല്ലതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു 5 PSC എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ്. ഏതൊക്കെ എക്സാംസ് ആണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതിന്റെ കൂടെ തന്നെയാണ് PWD-AE വന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ക്വസ്റ്റ്യന്റെ അനാലിസിസ്, KSEB-യുടെ AE-യുടെ, അതും ഇനി വരാനുള്ള എക്സാം ആണ്. സബ് കഴിഞ്ഞ അടുത്ത് AE വരും. വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം PSC എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ക്യാൻസൽ ആവും മുന്നേ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. ഇൻസ്പെക്ടറേറ്റ് ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല, പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. KCB-AE-യുടെ, അത് കഴിഞ്ഞ് KCB-AE ട്രാൻസ്ഫർ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അനാലിസിസ്, പിന്നെ ഹാർബർ AE, പിന്നെ ലാസ്റ്റ് കഴിഞ്ഞതാണ് യൂണിവേഴ്സിറ്റി AE എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓരോ സബ്ജക്റ്റും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇൻസ്പെക്ടറേറ്റ് നോക്കുവാണെങ്കിൽ സർക്യൂട്ട്സിൽ നിന്ന് 12 മാർക്കിന് ചോദിച്ചു. 10 എന്ന് പറഞ്ഞാലും പക്ഷെ അത് നമുക്ക് 2 ക്വസ്റ്റ്യൻ പ്യുവർലി ഫ്രം സർക്യൂട്ട്സ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ എല്ലാ സബ്ജക്റ്റിനകത്തും സർക്യൂട്ട്സ് ഇൻവോൾവ് ആണ്. അപ്പൊ അത് സർക്യൂട്ട്സിലാണോ വരുന്നതെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2 ക്വസ്റ്റ്യൻ എക്സ്ട്രാ അവിടെ കയറി വന്നു. പക്ഷെ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ 8 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ ഡയറക്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാം 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, പവർ സിസ്റ്റത്തിനകത്ത് ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? അതിനകത്ത് നമ്മുടെ സിലബസിൽ ജനറേഷൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ജനറേഷനിൽ നിന്ന് അവിടെ ക്വസ്റ്റ്യൻ വന്നു. എന്ത് ക്വസ്റ്റ്യനാ വന്നേ? മറ്റേ നമ്മുടെ ഇതില്ലേ, മോഡറേറ്റർ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള നമ്മുടെ ടർബൈൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ മോഡറേറ്ററിന്റെ യൂസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ. കുറെ ജനറേഷനകത്ത് പഠിക്കുമല്ലോ നിങ്ങൾ. ഹൈഡ്രോ, ന്യൂക്ലിയർ, തെർമലൊക്കെ പഠിക്കും. അപ്പൊ അതില് ന്യൂക്ലിയർ പഠിക്കുമ്പോൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. അതുപോലെ മറ്റേ ടർബൈൻ്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടർബൈൻസ്, അതിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ സിലബസിൽ പറഞ്ഞതല്ല,
പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി എയുടെ ഇതിനകത്ത് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാംസ് കണ്ടോ, ഇവിടെയും അതുപോലെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എവിടെ നിന്നറിയോ? പവർ ഡ്രൈവ്, സെമി കണ്ടക്ടർ ഡ്രൈവ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിൽ പ്യുവർ പവർ ഇലക്ട്രോണിക്സേ പറയുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുറച്ചുകൂടെ മാറി എന്തായിട്ട് വന്നു, ഡ്രൈവ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ. ഹാർബർ ഇക്കും സർക്യൂട്ട്സിന്റെ വെയിറ്റേജ് എവിടെയൊക്കെയാണ് കൂടുതൽ വന്നേക്കുന്നത്. ഇപ്പൊ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് എപ്പോൾ വേണോ നമുക്ക് എങ്ങനെ വേണോ മാറിയും തിരിഞ്ഞും ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണോ പോവാം. അപ്പോൾ സർക്യൂട്ട്സ് നമ്മളൊരു പാറ്റേണിൽ തന്നെ പഠിച്ചെടുക്കണം. സർക്യൂട്ട്സ് എപ്പോൾ ചോദിച്ചാലും നമുക്ക് ഏത് സോൾവ് ചെയ്യാൻ അറിയണം. ആദ്യത്തെ 2 മോഡ്യൂളിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ ഒന്നും മിസ്സാക്കരുത്. സ്കോർ ചെയ്യുന്നത് എല്ലായിടത്തും നിങ്ങൾ സ്കോർ ചെയ്യണം, പക്ഷെ മിസ്സാകുന്ന ഏരിയ അവിടെ പോകരുത്. കാര്യം ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തന്നെ എടുക്കണം. കാര്യം ഇപ്പോൾ കട്ട് ഓഫ് ഒക്കെ മാറി വരുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ടഫ് ആവും തോറും കട്ട് ഓഫ് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്കി എല്ലാം 10 മാർക്സ് 10 വെച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ 5 എക്സാംസിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിലിനി ന്യൂമറിക്കലിൻ്റെതും കൺസെപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻ്റെതും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നാണ് മനസ്സിലായത് ന്യൂമറിക്കൽസ് കുറച്ച് കൂടുതൽ വരുന്ന 2 സബ്ജക്ട്സ് സർക്യൂട്ട്സും പവർ സിസ്റ്റം ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ആദ്യമേ ഒരു എക്സാം നമ്മൾ എഴുതി നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. കാരണം ഇനിയും എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം ഇപ്പോ 2029-30 റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൾക്ക് റിട്ടയർമെന്റ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസീസ് പ്രൊമോഷൻ വരുമ്പോൾ താഴെ വേക്കൻസീസിന്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓരോ എക്സാമും. ഇപ്പൊ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു എത്ര 36 പേര് 36 ആൾക്കാരുടെ അഡ്വൈസ് പോയി. അതേസമയം സബ് എഞ്ചിനീയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 665 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ 650+ എന്നൊരു നമ്പറിലേക്ക് സബ് എഞ്ചിനീയറിന്റെ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത വർഷം എന്നല്ല, അടുത്ത എക്സാമിനും ഇതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ആൾക്കാരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. 26 വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ള പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. കാര്യം നമ്മൾ ഈ ബേസിക് ലെവൽ പഠിച്ചാലേ നമുക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേടിച്ചു പോകും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ സബ്ജക്റ്റും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു നല്ല ഒരു പാറ്റേണിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എക്സാമിന് വരുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മോഡ്യൂളെല്ലാം സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത്, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അയ്യോ അതുപോലെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാര്യം ഇനി അങ്ങനെ വരില്ല. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഗേറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻസിൽ പോലെ തന്നെ PSCയുടെയും ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതിലും തെറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇൻസ്പെക്ടറേറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് കുറവാണ്. ഇപ്പൊ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാലും നമുക്കൊരു 40 പേരെയൊക്കെ എടുക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം. പക്ഷേ അതിനേക്കാളും നമുക്ക് കിട്ടും എവിടെ? സബ് എഞ്ചിനീയറിൽ കിട്ടും. അപ്പൊ സബ് എഞ്ചിനീയർ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള വഴിയാകത്തുള്ളൂ. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ തന്നെ ഉണ്ടാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഒരു 2-3 വർഷത്തെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ക്രാക്ക് ചെയ്യാനായിട്ട്, എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.